ഒരു ചാനലൊക്കെ തുടങ്ങണത്. ഓക്കെ, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ എന്താ പറയുക ACC അഫിലിയേറ്റ് ആണ്. ഇപ്പോൾ EYയിൽ ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് കുറച്ച് ACCA ക്ലാസ്സസ് ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ അധികം ഇല്ല മലയാളത്തിൽ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ടോപ്പിക്സൊക്കെ കവർ ചെയ്യാനാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് NPV പറ്റിയിട്ടാണ്, അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺ സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് ഇപ്പോൾ ഡൗട്ട് വരുമ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനാണ് മെയിനായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ NPV എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു കമ്പനിയിൽ എന്ത് ചെയ്യണു, ഈ ഫൈനാൻസ് റേസ് ചെയ്യും അല്ലേ. ഫൈനാൻസ് റേസ് ചെയ്യണത് രണ്ട് കാര്യത്തിനാണ്. അതായത് ആ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡേ ടു ഡേ റണ്ണും ചെയ്യും വേണം, പിന്നെ കമ്പനിയിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും വേണം. അപ്പോൾ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ്, അതായത് ഇപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈനാൻസ് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യും. ഒന്ന്, ആ ഫൈനാൻസ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. പിന്നൊന്ന്, ആ ഫൈനാൻസ് നമ്മൾ എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഡേ ടു ഡേ ബിസിനസ് റണ്ണ് ചെയ്യണ്ടേ. അപ്പോൾ ആ റണ്ണ് ചെയ്യണമെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇറക്കണം. ഇപ്പോൾ സാധനങ്ങൾ മേടിക്കുക, വിൽക്കുക, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളിൽ വരുന്നതാണ് ഈ NPV. NPV എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്. അതായത് എന്തിനാന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട. ഓക്കെ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആകെപ്പാടെ ഇൻവെസ്റ്റ്മെന്റിനുള്ളൂ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടയോ, ആ ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ, ഇപ്പൊ പോസിറ്റീവ് NPV വരണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, യെസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ഓക്കെ, ഇനി അതല്ല നെഗറ്റീവ് NPV വരണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. അപ്പൊ ഈ ഒരു ഇത്രേ ഉള്ളൂ, സിമ്പിൾ ടോപ്പിക്കാണ്. അതായത് NPV എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്റെ ഒരു മെത്തേഡാണ്. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടയോ. പോസിറ്റീവ് NPV കിട്ടാൻ വെച്ചാൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തും, നെഗറ്റീവ് NPV കിട്ടാൻ വെച്ചാൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പോ ഞാന് ബിസിനസ് കറണ്ട് ഇയർ 0 എന്ന് പറഞ്ഞാൽ ഇന്ന് കറണ്ട് ഇയറിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഒരു 80,000 ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഇങ്ങനെ ഞാൻ ഒരു എസ്റ്റിമേഷൻ വെക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു എക്സ്പേർട്ട് വന്നിട്ട് എസ്റ്റിമേഷൻ തരാണ്. അതായത് നിങ്ങൾ ഈ 80,000 ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് എത്ര കിട്ടും, 20,000 റിട്ടേൺ കിട്ടും. സെക്കൻഡ് ഇയറിൽ 30,000 കിട്ടും. തേർഡ് ഇയറിൽ 40,000. ലാസ്റ്റ് ഇയർ വരുമ്പോൾ എത്രയാ, 20,000 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇങ്ങനെ 4 വർഷം ഒരാളെ ഒരു എക്സ്പേർട്ടാ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ഫോർകാസ്റ്റിന്റെ ഒരു എക്സ്പേർട്ട് വന്നിട്ട് നമുക്ക് ഈ ഫോർകാസ്റ്റ് തന്നു. അപ്പോ ഒരു ഒരു NPV അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും, ജസ്റ്റ് കൂട്ടി നോക്കും. 20, 30, 50, ഓക്കെ 40, 90, 20, അങ്ങനെ ചുമ്മാ കൂട്ടി നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ വേണ്ടോ നോക്കും. ഓക്കെ, അപ്പോ അങ്ങനെയല്ല. ആക്ച്വലി NPV എന്ന് പറയുന്നത് നമ്മള് ഈ ഫ്യൂച്ചറിൽ കിട്ടുന്ന ഈ വാല്യൂസ്, ഇതിനൊക്കെ ഫ്യൂച്ചർ വാല്യൂസ് എന്നാ പറയാ അല്ലെ. ഈ ഫ്യൂച്ചറിൽ കിട്ടുന്ന വാല്യൂസിനൊക്കെ ഇന്നത്തെ വില, അതായത് നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഈ 10 രൂപ 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയ വാല്യൂ ആണ്. പക്ഷെ അത് ടൈം പോകുന്തോറും ഇതിന്റെ വാല്യൂ കുറയും. അതായത് മുമ്പ് 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് നമുക്ക് കുറെ സംഭവങ്ങൾ മേടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റില്ല. എന്താ കാരണം, മണിയുടെ പർച്ചേസ് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരാണ്. അപ്പൊ ചുരുക്കി പറയാൻ വെച്ചാൽ ഈ 4 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 20,000 എന്ന് പറയുന്നത് ഇന്ന് ചിലപ്പോൾ അതിനൊരു 15,000 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് ഇന്നത്തെ 15,000 ആവും 4 വർഷം കഴിഞ്ഞിട്ടുള്ള 20,000 എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാം, ഓക്കെ, അതിനെയാണ് നമ്മൾ പറയാ ഡിസ്കൗണ്ടിങ്. അതായത് ഈ ഫ്യൂച്ചർ വാല്യൂസ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്യും. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ജസ്റ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഫ്യൂച്ചർ വാല്യൂസിനൊക്കെ
ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 പ്ലസ് ആർ റേസ് ടു എൻ. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഇൻട്രസ്റ്റ്, അതായത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിനിറ്റ്. ഞാനിവിടെ തൽക്കാലം ആറായിട്ട് എടുക്കുന്നത് 10% ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ ആറായിട്ട് 10%. ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടാവും അവിടെ. ഇപ്പോൾ വല്ല ക്വസ്റ്റ്യനില്ല അങ്ങനെ പെർസെൻറ്റേജ് ഓൾറെഡി തരും. ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കും, ഇൻട്രസ്റ്റ് എന്ന് വിളിക്കും. അതായത് പൈസ എന്താവുണ്ട്, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒരു പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ എന്തുണ്ടാവുക, ആ പൈസ ഇങ്ങനെ നമുക്ക് അക്യുമുലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കയറി കയറി വരും. അപ്പൊ അങ്ങനെയാണ് ആ പൈസയുടെ മൂല്യം കൂടുന്നത്. മനസ്സിലായ? അപ്പോ ആ ഒരു കയറുന്ന പെർസെന്റേജ് ആണ് ഈ 10%. അപ്പൊ കുറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ 10% വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 6, 1 പ്ലസ് ഈ 10%. അപ്പൊ 1.1 അല്ലെ, 0.1 ആണ് 10%. 0.2 എന്ന് പറയുമ്പോൾ 20%, 0.3 30%. ഇപ്പൊ 5% എന്ന് പറയുമ്പോൾ 0.05. ഓക്കെ, റേസ് ടു എൻ എന്ത് ചെയ്യാം, ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈ സെല്ലിനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് എല്ലാ സെല്ലിലേക്കും ആ ഇക്വേഷൻ പൊക്കോളും. ഓക്കെ, ഇനി ഇത്ര ഉള്ളൂ. അടുത്തത് പ്രസന്റ് വാല്യൂ പി വി എങ്ങനെ കാണാന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 20,000 മൾട്ടിപ്ലൈ വിത്ത് ഡിസ്കൗണ്ട് ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടി. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ കോർണറിൽ, ഈ പ്ലസ് കോർണറിൽ പോവാ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ വർഷത്തെയും എന്ത് കിട്ടി, പ്രസന്റ് വാല്യൂ കിട്ടി. ഇനി നമുക്കറിയാം 0 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില തന്നെ. ഇന്നത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ഇറക്കിയിടാം. അതായത് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും മാറ്റാനൊന്നുമില്ല. ഇനി എൻ പി വി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഇത് മൊത്തം സമ്മ് ചെയ്യാം. ഈക്വൽ ടു സം ഓഫ് ഓൾ ദിസ്, ദാറ്റ് ഈസ് ദി എൻ പി വി. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവണേ, എൻ പി വി പോസിറ്റീവ് എൻ പി വി ആണ് കിട്ടിയത്. ആ പോസിറ്റീവ് എൻ പി വി കിട്ടിയ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവെസ്റ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെഗറ്റീവ് എൻ പി വി കിട്ടാൻ വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്സെപ്റ്റ്. അപ്പൊ ലാസ്റ്റ് ഒരു കമന്റ് കൊടുക്കാം, സിൻസ് ദി എൻ പി വി ഇസ് പോസിറ്റീവ് വി ക്യാൻ അക്സെപ്റ്റ് ദ പ്രൊജക്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ. ഇത് ഇപ്പൊ കണ്ട, ഇപ്പൊ എന്തുണ്ടായേ, നമുക്കൊരു വാല്യൂ കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂസ് ആണ്. ആ ഫ്യൂച്ചർ വാല്യൂസ് ഒക്കെ ഇന്നത്തിലേക്ക് കൺവേർട്ട് ആവുന്ന വാല്യൂസ് ആണ് ഇത്. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന റിട്ടേൺ. അതായത് മൊത്തം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കിട്ടിയ റിട്ടേൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പൊ 86,000, അതായത് 80,000 ഇറക്കി നമുക്ക് കിട്ടണത് 86,000 ആണ്. എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ന് പറയണത് എൻ പി വി എന്ന് പറയണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം എനിക്ക്. അപ്പൊ ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു.